ഗുരുവിൻ്റെ പൂജാമുറിയിൽ നിന്ന് സ്വർണ്ണത്തളിക നഷ്ടമായി. തൻ്റെ ശിഷ്യന്മാരിൽ ആരോ ആണ് അതെടുത്തതെന്ന് മനസ്സിലാക്കിയ ഗുരു പറഞ്ഞു, നിങ്ങളിൽ ആരാണോ ഈ സ്വർണ്ണത്തളിക എടുത്തത് അയാൾ എന്നോട് രഹസ്യമായി വന്ന് കാര്യം പറയണമെന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ ശിഷ്യന്മാർ പരസ്പരം നോക്കാൻ തുടങ്ങി. അവർ ആരാണ് ഇതെടുത്തതെന്നുള്ള രീതിയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ശിഷ്യൻ വന്ന് ഗുരുവിൻ്റെ കാൽപാദങ്ങളിൽ വീണ് നമസ്കരിച്ച് തൻ്റെ തെറ്റേറ്റു പറഞ്ഞു. ഗുരു ഉടനെ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു അവനോട് ചോദിച്ചു, ഞാൻ രഹസ്യമായിട്ട് വന്ന് പറയാനാണ് പറഞ്ഞത്, നീ എന്താണ് ഇത്ര പരസ്യമായിട്ട് വന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചു. ഉടനെ അയാൾ പറഞ്ഞു, ഞാൻ ചെയ്തത് തെറ്റാണ്, അത് ഞാനിപ്പോൾ പരസ്യമായി പറഞ്ഞില്ല എങ്കിൽ ബാക്കിയുള്ള ശിഷ്യന്മാർ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും, ചിലപ്പോൾ നിരപരാധികൾ അതിനകത്തുണ്ടാകും. അപ്പോൾ അങ്ങനെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് പരസ്പരം സംശയത്തിൻ്റെ നിഴലിൽ വരികയും അത് ഈ ആശ്രമത്തിൻ്റെ അടിത്തറയ്ക്ക് തന്നെ ദോഷമാവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞത് എന്നയാൾ പറഞ്ഞു. ഇതുപോലെയാണ്, അതായത് തെറ്റ് ചെയ്ത് അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കിയാൽ അത് ഏറ്റു പറയാനുള്ള ആ ഒരു മനക്കരുത്ത് അല്ലെങ്കിൽ ആ ഒരു മനസ്സിൻ്റെ ശക്തി അല്ലെങ്കിൽ ആ ഒരു ധൈര്യം, അത് തന്നെയാണ് ജീവിതത്തിൽ ഏറ്റവും വലുത്. നമ്മളെല്ലാവരും ടു എർ ഈസ് ഹ്യൂമൻ എന്നാണ്, മനുഷ്യൻ്റെ അല്ലെങ്കിൽ സഹജമായ ഒന്നാണ് തെറ്റ് ചെയ്യുക എന്നുള്ളത്. ടു ഫോർഗിവ് ഈസ് ഡിവൈൻ. തെറ്റ് ചെയ്യുക എന്നത് മനുഷ്യ സഹജമാണ്, പക്ഷെ അത് ക്ഷമിക്കുക എന്ന് പറയുന്നത് ദൈവികമാണ്. പലപ്പോഴും നമ്മൾ തെറ്റുകൾ ആവർത്തിക്കാം, പക്ഷേ അത് ഏറ്റുപറയാനുള്ള ആ ഒരു മനസ്സ് അല്ലെങ്കിൽ ആ ഒരു ധൈര്യം, ഞാൻ ചെയ്തത് തെറ്റാണെന്ന് പറയാനുള്ള ആ ഒരു ധൈര്യം നമുക്കൊരിക്കലും ഉണ്ടാവില്ല. അങ്ങനെ തെറ്റ് ഏറ്റുപറഞ്ഞ് അത് തിരുത്താൻ തയ്യാറാകുകയാണെങ്കിൽ അയാളാണ് യഥാർത്ഥ മനുഷ്യൻ. ഹാവ് എ നൈസ് ഡേ.